أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ ഒരു വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിന് ദിക്ർ നമ്മൾ ചെല്ലണം. ഒരു പ്രത്യേകമായൊരു ദിക്ർ ഇതിനകത്തുണ്ട്. കോടാനുകൂടി ദിക്ർ അള്ളാഹു തആല ഇറക്കിയിട്ടുണ്ടെങ്കിലും ഓരോ സമയങ്ങളിൽ ഓരോ ഭാഗത്തും ഓരോരോ കാര്യത്തിനുമുള്ള ദിക്റുകളാണ് നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ആ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ ബർക്കത്തിന് ചൊരിച്ചു തരും, റഹ്മത്ത് അള്ളാഹു തആല ചൊരിച്ചു തരും. മാത്രമല്ല മറ്റെല്ലാ ഗുണങ്ങളും ആ പ്രവേശിക്കുന്ന ആളിനും ആ കുടുംബത്തിലുള്ള അംഗങ്ങൾക്കും അത് ലഭ്യമാണ്. അപ്പോൾ ഏറ്റവും വലിയൊരു കാര്യമാണല്ലോ അത്. മാത്രമല്ല ഇതുകൊണ്ടും തീരുന്നില്ല, ഇത്രയും കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും തരുമ്പോൾ നിങ്ങൾ ഏതെല്ലാം ഹലാലായ നല്ല മാർഗങ്ങളിലൂടെ നിങ്ങൾ പോകുന്നു ആ പാദങ്ങളെല്ലാം വിജയം അള്ളാഹു തആല വാരിക്കോരി നിങ്ങൾക്ക് തരികയാണ്. അത് ഏറ്റവും വലിയൊരു കാര്യമല്ലേ. സാമൂഹികപരമായി കൂടി ഉള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ നീങ്ങുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് വിജയം. അതല്ല ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തി നല്ല രീതിയിൽ പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ അതിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്തും റഹ്മത്തും ഐശ്വര്യവും എല്ലാം നമുക്ക് തരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദുനിയാവും ആഖിറവും നമുക്ക് ആവശ്യമാണല്ലോ. അപ്പോൾ ദുനിയാവും ആഖിറവും നമുക്ക് എളുപ്പമായി കിട്ടാനുള്ള ഒരു മാർഗം കൂടിയാണെന്ന്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ നീങ്ങുമ്പോൾ അങ്ങനെ ആദ്യമായി നമ്മൾ ഈ കുടുംബപ്രവേശനം നടത്തുമ്പോൾ നമ്മളിത് ചൊല്ലിക്കൊണ്ടങ്ങ് കയറണം. ഇത് ചൊല്ലിക്കൊണ്ട് കയറിക്കഴിഞ്ഞാൽ എല്ലാവിധ ഗുണങ്ങളും എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നതാണ്. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ കണ്ട് മറ്റൊരൊറ്റ ശാസ്ത്രത്തിനും കഴിയുകയില്ല. എല്ലാ ഗുണങ്ങളും തരുന്നതിന് നീതിമാനായ അള്ളാഹുവിനെ കഴിയുള്ളൂ. അപ്പോൾ അള്ളാഹുവിൽ നമ്മൾ ലയിച്ചുകൊണ്ട് ഈ ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും. ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തും നമുക്ക് കിട്ടുന്നതാണ്. എല്ലാവിധ ഗുണവും നമുക്ക് കിട്ടുന്നതാണ്. ഈ ദിക്ർ ചെല്ലുമ്പോൾ ഹൃദയശുദ്ധിയോടുകൂടി അള്ളാഹുവിൽ ലയിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ദിക്ർ ചെല്ലേണ്ടത്. അങ്കലാപ്പോടുകൂടി നിങ്ങൾ ചെയ്യരുത്. അങ്കലാപ്പോടുകൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രയോജനവും ഇതിനുണ്ടാവുകയില്ല. ആത്മാർത്ഥമായി അള്ളാഹുവിൽ തവക്കൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായ വിജയത്തിലേക്ക് നമ്മൾ എത്തുന്നതാണ്. ഈ ദിക്ർ ഞാൻ ചെല്ലാൻ പോവുകയാണ്. ബിസ്മില്ലാഹി വലജ്നാ വബിസ്മില്ലാഹി ഹർജ്നാ വഅലാ റബ്ബനാ തവക്കൽനാ. ബിസ്മില്ലാഹി വലജ്നാ വബിസ്മില്ലാഹി ഹർജ്നാ വഅലാ റബ്ബനാ തവക്കൽനാ. ഈ ദിക്ർ ചൊല്ലുക, പ്രവേശനത്തിലെത്തുക. ഇതാണ് നമുക്കിവിടെ വേണ്ടത്. ഏറ്റവും നല്ല കാര്യമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇത് പറയുന്ന തെറ്റുണ്ട് അള്ളാഹു പുറത്തു തരട്ടെ. കേൾക്കുന്ന നിങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹം മാറിക്കൂരി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.